നമ്മുടെ രാഹുലേട്ടൻ വീണ്ടും ഒരു സംഖ്യയായിരിക്കുകയാണ്, അല്ലെങ്കിൽ വീണ്ടും ഒരു ഹിന്ദുത്വവാദിയായിരിക്കുകയാണ്. ഏത് രാഹുലേട്ടൻ എന്നല്ലേ? നമ്മുടെ അൻസാരി സൂര്യൻ്റെയൊക്കെ സ്വന്തം രാഹുലേട്ടൻ തന്നെ, നമ്മൾ രാഹുലീശ്വരേട്ടൻ. എന്താണ് സംഭവം? ഇപ്പോൾ രാഹുലേട്ടൻ കുറച്ച് കാലമായിട്ട് ഇസ്ലാമിന് വേണ്ടി പണിയെടുക്കുകയായിരുന്നു. അതായത് ഇസ്ലാമിലെ അടിമത്തം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇസ്ലാമിലെ ജിഹാദ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ മുസ്ലിം പണ്ഡിതരേക്കാൾ ഉഷാറിൽ, അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതരേക്കാൾ വീറോടും വാശിയോടും കൂടി വന്ന് സംവാദമൊക്കെ നടത്തി പഠിപ്പിക്കുകയായിരുന്നു രാഹുലേട്ടൻ ചെയ്തത്. അപ്പോൾ ഇസ്ലാമിസ്റ്റുകൾക്കൊക്കെ രാഹുലേട്ടൻ പൊന്നായിരുന്നു, മുത്തായിരുന്നു, യഥാർത്ഥ ഹിന്ദു ആയിരുന്നു, ഒരു യഥാർത്ഥ ഹിന്ദു സഹോദരനെ കണ്ടുപിടിക്കൂ സുഹൃത്തുക്കളെ എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ രാഹുലേട്ടൻ ഇപ്പോൾ വീണ്ടും ഒരു സംഖ്യയായിരിക്കുകയാണ്. എന്താ പറ്റിയത്? രാഹുലേട്ടൻ ഒരു അബദ്ധം കാണിച്ചു. എന്താണത്? രാഹുലേട്ടൻ നമ്മുടെ വന്ദേ ഭാരത് ട്രെയിന് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഗണഗീതം പാടിയ ഒരു വിവാദം ഉണ്ടല്ലോ. RSSൻ്റെ ഗണഗീതമായ പരമപവിത്രമിതാമീ ഭൂവിൽ ഭാരതാംബയെ പൂജിപ്പാൻ എന്നുള്ള പാട്ട് കുറച്ച് കുട്ടികൾ പാടിയത് വലിയ വിവാദമായി. അപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ബാക്കിയുള്ള ആളുകളൊക്കെ പോസ്റ്റൊക്കെ ഇട്ടു. അപ്പോൾ അത് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രാഹുലേട്ടനൊരു വീഡിയോ ചെയ്ത്, അതായത് ആ ഗണഗീതം അത്ര പ്രശ്നമുള്ള സാധനമൊന്നുമല്ല, അതൊരു ദേശഭക്തി ഗാനാണ്, അതിൽ കക്ഷി രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ല, മാത്രമല്ല RSS സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്നതും സ്വതന്ത്ര സമരത്തെ ഒറ്റുകൊടുത്ത് എന്നൊക്കെ പറയുന്നതൊക്കെ കുറച്ച് കടന്ന കൈയാണ്. നമ്മൾ അങ്ങനെയൊന്നും പറയണ്ട. ഗുരുജി ഗോൾവൾക്കർ അത് ചെയ്തിട്ടുണ്ട്, ഹെഡ്ഗേവാർ ഗാന്ധിജീൻ്റെ ഒപ്പം പങ്കെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിൽ രാഹുലേട്ടൻ കിടന്ന് മെഴുകണ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും അതിൽ രസമായത്, രാഹുലേട്ടൻ ഈ വീഡിയോ ഇട്ടതോടുകൂടി അതിൻ്റെ അടിയിൽ കമൻറ്റ് വരാൻ തുടങ്ങി. മോനെ രാഹുലേ, നീ സോഷ്യൽ മീഡിയയിൽ വലിയ മതേതരത്വവാദിയായൊക്കെ ചമയാൻ ശ്രമിക്കുമ്പോഴും നിൻ്റെ ഉള്ളിലുള്ള ഹിന്ദുത്വം തേട്ടി വരികയാണല്ലോ. നല്ല പിള്ള ചമയുമ്പോഴും നീ RSSൻ്റെ വിധേയത്വം മറച്ചു വയ്ക്കാൻ കഴിയുന്നില്ല അല്ലേ? അങ്ങനെ തുടങ്ങി ഇസ്ലാമിസ്റ്റുകളുടെ കമൻറ്റുകളുടെ പൂരാണ്. 1-2 കമൻറ്റുകൾ എക്സാമ്പിൾ ഞാനിവിടെ കൊടുക്കാം. ഇപ്പോൾ രാഹുലേട്ടൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ. ചങ്ക് തുറന്ന് കാണിച്ചാലും ചെമ്പരത്തിപ്പൂവാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന പോലെ, അറ്റം ചെത്തി കാണിച്ചാലും അത് വിശ്വസിച്ചില്ലെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരവസ്ഥയിലാണ് നമ്മളെ രാഹുലേട്ടൻ നിൽക്കുന്നത്. വല്ലാത്തൊരവസ്ഥയായിപ്പോയി.